Hello everyone. Today we will look into the various options in data analysis tool pack of Excel for solving problems in statistics. നമ്മൾ ഇതുവരേക്കും യൂസ് ചെയ്തത് എക്സലിലെ ഫോർമുലാസ് ആണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ മെനുവിലുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സലിലെ തന്നെ ഡേറ്റ എന്ന് പറഞ്ഞ മെനുവിൽ ഉള്ള ഡേറ്റ അനാലിസിസ് ടൂൾ പാക്ക് എന്ന ഒരു ആഡ് ഓൺ ഫെസിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഒറിജിനലി നമ്മൾ സാധാരണ എക്സൽ എടുക്കുമ്പോൾ ഈ ഒരു ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇവിടെ കാണണം എന്നില്ല. അപ്പോൾ അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സലിനകത്ത് ഡേറ്റ അനാലിസിസ് ഡേറ്റ എന്ന് പറഞ്ഞ മെനുവിൽ ഡേറ്റ അനാലിസിസ് എന്ന് ഇങ്ങനൊരു ലിങ്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ആഡ് ഓൺസ് ആണ്. നമ്മൾ പിന്നീട് നമ്മളുടെ ആവശ്യാനുസരണം എക്സലിലേക്ക് കോൾ ഇൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതില്ല എങ്കിൽ ഡേറ്റ അനാലിസിസ് എന്നൊരു ലിങ്ക് ഇവിടെ കാണുന്നില്ല എങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഗോ ടു ഫയൽ, ദെൻ യു ഹാവ് ടു ഗോ ടു ഓപ്ഷൻസിനകത്ത് ആഡ്-ഇൻസ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആഡ്-ഇൻസിൽ ഇവിടെ താഴെ ഇവിടെ എടുത്താലും മതി ഡേറ്റ അനാലിസിസ്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ഡേറ്റ അനാലിസിസ് ഓൾറെഡി ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് യു ക്യാൻ ടേക്ക് എക്സൽ ആഡ്-ഇൻസ് എന്നെടുത്താൽ യു ക്യാൻ ക്ലിക്ക് ഗോ ആൻഡ് യു ഹാവ് ദീസ് ഓപ്ഷൻസ്. അതിനകത്ത് അനാലിസിസ് ടൂൾ പാക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ആണോ എന്ന് നോക്കുക. ക്ലിക്ക് അല്ല എങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ലിങ്ക് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന പലതും എക്സൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ് പലതും. പക്ഷേ കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ട് അല്ലെ കുറേ കൂടി അധികം കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറേ ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിലെ കുറേ ഓപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു 4 or 5 വി ക്യാൻ ഗോ ത്രൂ 4 or 5 ഇൻ ടുഡേയ്സ് സെഷൻ. ബാക്കി നമുക്ക് 1 or 2 സെഷനിൽ തീർക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ചേക്കാണ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ കുറേ വാല്യൂസും വൈ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ കുറേ വാല്യൂസും. അപ്പം നമുക്ക് ആദ്യം ഡേറ്റ അനാലിസിസിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഓപ്ഷൻ എടുക്കാം. ആക്ച്വലി വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ പഠിച്ചിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കേർട്ടോസിസ്, ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഈ മീനും സെൻട്രൽ ടെൻഡൻസി, മെയിൻലി സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാലും മീൻ, ഡിസ്പേർഷനകത്തെ വേരിയൻസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾക്ക് ഫങ്ഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ അറിയാം. ആവറേജ് ഉപയോഗിച്ച് മീൻ, വേരിയൻസ് ഉപയോഗിച്ച് വാർ ഫങ്ഷൻ ഉപയോഗിച്ച് വേരിയൻസ്, സ്ക്യൂനെസ്, കേർട്ടോസ്, ഇതെല്ലാം ഫങ്ഷൻസ് ഒന്നൊന്നായിട്ട് ചെയ്തെടുക്കാൻ നമുക്കറിയാം. പക്ഷേ ഡേറ്റ അനാലിസിസിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സെറ്റിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഒറ്റയടിക്ക് ഒരു ടേബിൾ ഫോമാറ്റിൽ ആൻസറായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ പൊതുവേ നമ്മൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ ടേബിൾസ് ആയിട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഓപ്ഷൻ നോക്കാം. സോ സെലക്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്ലിക്ക് ഓക്കെ. സോ ദിസ് ഈസ് യുവർ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനുള്ള പോപ്പപ്പ് മെനു ആണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് ദ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ എഗെയിൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ സെറ്റിൻ്റെ മാത്രം ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കുറേ വാല്യൂസ് ഉണ്ട്, അതിൻ്റെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മതിയെങ്കിൽ നമുക്കത് മാത്രം ചൂസ് ചെയ്യാം. എഗെയിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് എക്സും കൂടെ ചേർത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, എക്സ് ഇല്ലാതെയും ചൂസ് ചെയ്യാം. എക്സ് കൂടെ ചേർത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ലേബൽ ഇൻ ദ ഫസ്റ്റ് റോ എന്നത് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഒരേ ഒരു ഡേറ്റ സെറ്റ് മാത്രം ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ബൈ ഒരേ ഒരു ഡേറ്റ സെറ്റ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് ബൈ എന്നുള്ളത് ആക്ച്വലി കോളംസ് ആണ്. കാരണം ഡേറ്റ സെറ്റിനെ ഞാൻ കോളം വൈസ് ആയിട്ടാണ്, എക്സ് ഒരു കോളം, വൈ മറ്റൊരു കോളം, അതുകൊണ്ട് ഗ്രൂപ്പ് ബൈയിൽ കോളംസ് ആയിരിക്കണം ക്ലിക്ക് ചെയ്തിട്ടേക്കുന്നത്. അടുത്തത് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് റേഞ്ച് ആണ്. ഇവിടെ നിങ്ങൾ അതേ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് എവിടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരേണ്ടത്. എഗെയിൻ അതിനായിട്ടൊരു ഫുൾ സെറ്റ് ഓഫ് സെൽസ് ഒന്നും സെലക്ട് ചെയ്യേണ്ട, ഒരേ ഒരു സെല്ല് സെലക്ട് ചെയ്താൽ മതി. ആ സെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടേബിൾ ആയിരിക്കും എക്സൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതേ ഷീറ്റിൽ തന്നെ കാണാനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യേണ്ടത്. അതല്ല നമുക്ക് മറ്റൊരു ഷീറ്റായിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. മറ്റൊരു വർക്ക് ബുക്കായിട്ടാണ് കിട്ടണമെങ്കിൽ, അതായത് മറ്റൊരു ഫയലായിട്ടാണ് കിട്ടണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഓൾവേസ്
always better to see it in the same page. So output range-ൽ ക്ലിക്ക് ചെയ്ത് ഔട്ട്പുട്ട് ആൻസർ വരേണ്ട സെൽ, ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ട സെൽ മാത്രം ചൂസ് ചെയ്യാം. ഇനിയും ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നത്? നമുക്ക് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഈ സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് മീൻ, മീഡിയൻ, മോഡ് എക്സെട്ര. ഓക്കെ, അത് വേണം. അടുത്തത് കോൺഫിഡൻസ് ലെവൽ, എക്സ് ബാറിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ വേണമെന്നാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അടുത്തത് kth ലാർജസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഹയസ്റ്റ് വാല്യൂവും സ്മോളസ്റ്റിൻ്റെ സൈഡിൽ 1 കൊടുത്താൽ സ്മോളസ്റ്റ് വാല്യൂവും കിട്ടും. ഇവിടെ നമ്മൾ 1ന് പകരം 2 കൊടുത്താൽ ഹയസ്റ്റ് 2 വാല്യൂസും ഇവിടെ ഒരു 3 കൊടുത്താൽ സ്മോളസ്റ്റ് 3 വാല്യൂസും കിട്ടും. നമുക്ക് എത്ര ലാർജസ്റ്റും എത്ര സ്മോളസ്റ്റും വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. സാധാരണ നമ്മളെ സംബന്ധിച്ചോളം മാക്സിമം മിനിമം മതി എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഗീവ് 1 ഹിയർ. ഡിഫോൾട്ടായിട്ട് അത് 1ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്തു. കോൺഫിഡൻസ് ഇൻ്റർവെൽ ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ വേണ്ട. അത് എത്ര % കോൺഫിഡൻസ് ഇൻ്റർവെലാണ്? 95% ആണോ, 90% ആണോ, 85% ആണോ, 99% ആണോ? നമ്മൾ ഓൾറെഡി കോൺഫിഡൻസ് ഇൻ്റർവെൽ ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് ഫങ്ഷൻസ് ഉപയോഗിച്ച്. അപ്പോൾ അതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. സോ ഹിയർ നമ്മളുടെ ആൻസർ അവിടെ കിട്ടും. ഓക്കെ. സോ സി, ദിസ് ഈസ് യുവർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഒരു ടേബിൾ ഫോമാറ്റിലാണ്. എന്തൊക്കെയുണ്ട് ആ ടേബിളിനകത്ത് നോക്ക്. യു ഹാവ് ദ മീൻ, യു ഹാവ് ദ സ്റ്റാൻഡേർഡ് എറർ, സ്റ്റാൻഡേർഡ് എറർ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, യു ഹാവ് ദ മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് എറർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, മീനിൻ്റെ സ്റ്റാൻഡേർഡ് എറർ ആണ്, എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് എറർ. സാമ്പിൾ വേരിയൻസ് ഉണ്ട്, കേർട്ടോസിസ് ഉണ്ട്. കേർട്ടോസ് ഇവിടെ നെഗറ്റീവാണ്, സ്ക്യൂനെസ് 0.3 പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. റേഞ്ച് ഉണ്ട്, അതായത് മാക്സിമം മിനിമം തമ്മിലുള്ള ഡിഫറൻസ്. ആ കൊടുത്ത ഡേറ്റാ സെറ്റിൻ്റെ മിനിമം വാല്യൂ 7 ആണ്, മാക്സിമം വാല്യൂ 92 ആണ്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 923 ആണ്. ആകെ 20 ഒബ്സർവേഷൻസ് ഉണ്ട്. ഹയസ്റ്റ് ഒബ്സർവേഷൻ 92 ആണ്. അത് തന്നെയാണ് ഇവിടെ മാക്സിമം മിനിമം ആയിട്ട് വരുന്നത്. സ്മോളസ്റ്റ് ഒബ്സർവേഷൻ 7 ആണ്. അതിൻ്റെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 13.44 ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ മീൻ എക്സ് ബാർ പ്ലസ് ദിസ് ആണ് അപ്പർ വാല്യൂ, എക്സ് ബാർ മൈനസ് ദിസ് ആണ് ലോവർ വാല്യൂ. അപ്പം അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെലും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഡേറ്റ അനാലിസിസിനകത്തെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ 2 ഡേറ്റാ സെറ്റിൻ്റെയോ 3 ഡേറ്റാ സെറ്റിൻ്റെയോ ഒക്കെ ഒന്നിച്ച് വേണമെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കാം. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? സെയിം ഫംഗ്ഷൻ എടുക്കുക. Okay, 1 second, let me just go up and take it. So data കാണുന്ന പോലെ എടുക്കാം. എന്നിട്ട് again go to data analysis, descriptive statistics, data analysis, descriptive statistics. എന്നിട്ട് ഇവിടെ ഇൻപുട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ 2 ഡേറ്റാ സെറ്റ് ഒരേപോലെ ചൂസ് ചെയ്യണം. എന്നിട്ട് അതിനോട് പറയണം ദ ഡേറ്റാ സെറ്റ് ഇസ് ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു കോളംസ്. ഓരോ കോളത്തിലാണ് ഓരോ ഡേറ്റാ സെറ്റും കിടക്കുന്നത്. ഓഫ് കോഴ്സ് എക്സും വൈയും ചൂസ് ചെയ്തതുകൊണ്ട് ലേബിൾ ഇൻ ഫസ്റ്റ് റോ ഓക്കെ കൊടുക്കണം. ഇതിന് ഓൾറെഡി ഈ ഒരു സെല്ലിൽ ഇൻപുട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് സെല്ലിനെ മാറ്റി കൊടുക്കാം. ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വരുന്ന പോലെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. kth ലാർജസ്റ്റിൽ 2 ഇട്ട് നോക്കാം അപ്പോൾ എന്ത് സംഭവിക്കുന്നു. സോ kth ലാർജസ്റ്റിൽ ലാർജസ്റ്റ് 2ഉം സ്മോളസ്റ്റ് 2ഉം വേണം. ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്തു, എല്ലാം ഓക്കെ ആണ്. സോ ഐ എം ഗിവിങ് ഓക്കെ ഹിയർ. കണ്ടോ, എക്സിൻ്റെയും വൈയുടെയും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കവിടെ ആൻസറായിട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ലാർജസ്റ്റ് 2, സെക്കൻഡ് ലാർജസ്റ്റ്, ഹയസ്റ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്, മാക്സിമം 92. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 89 ആണ്. സ്മോളസ്റ്റ് ഓൾറെഡി 7 ഉണ്ട്, അതിൻ്റെ തൊട്ട് മേലെയുള്ളത് 15 ആണ്. സോ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ 3 കൊടുത്താൽ തേർഡ് ലാർജസ്റ്റ് നമ്പർ കിട്ടും. ആദ്യത്തെ 3 എണ്ണം കൂടി ലിസ്റ്റ് ആവില്ല, മൂന്നാമത്തെ ഹയസ്റ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ യു ക്യാൻ ഫൈൻഡ് ഓൾ ദീസ് തിങ്സ് ടുഗെദർ ഇൻ ഡേറ്റ അനാലിസിസ് ടൂൾ പാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡേറ്റ അനാലിസിസിലെ ഫംഗ്ഷൻ. ഡേറ്റ അനാലിസിസിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് വണ്ണിലേക്ക് പോകാം, വിച്ച് ഇസ് കോറിലേഷൻ. കോറിലേഷൻ എഗെയിൻ നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. ആ സെയിം കാര്യം നമുക്കിവിടെ ഡേറ്റ അനാലിസിസ് ഉപയോഗിച്ചും ചെയ്യാം. ഇവിടെ എഗെയിൻ ചോദിച്ചേക്കുന്നത് കോറിലേഷൻ ആകുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് വേണം, ഒന്നിച്ച് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ വി വിൽ ചൂസ് ഇറ്റ്. ഒന്നിച്ചത് ചൂസ് ചെയ്തു. ലേബൽ ഫസ്റ്റ് റോയിൽ തന്നെയാണ്, അതുകൊണ്ട് അത് ടിക്ക് കൊടുത്തു. കോളംസ് അനുസരിച്ചാണ് ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്, അതും കൊടുത്തു. എഗെയിൻ
പ്രത്യേകിച്ച് ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് മാത്രം ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഡേറ്റാ സെറ്റിൻ്റെ കോറിലേഷൻ്റെ വാല്യൂ സപ്പോസ് ഇവിടെയാണ് വരേണ്ടതെങ്കിൽ ഞാൻ ആ സെല്ല് ഔട്ട്പുട്ട് റേഞ്ചിൽ പോയി ക്ലിക്ക് ചെയ്ത ശേഷം ആ സെല്ല് ചൂസ് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. So this is your correlation. Again your output is in the form of a table. എന്താണ് ഈ ടേബിളിൻ്റെ അർത്ഥം? എക്സും എക്സും തമ്മിലുള്ള കോറിലേഷൻ 1 ആണ് അല്ലേ? ഒരേ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, കോറിലേഷൻ 1 ആയിരിക്കും. വൈയും വൈയും തമ്മിലുള്ള കോറിലേഷൻ 1 ആണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് ഈ സെല്ലിലാണ്. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ -0.34 ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ടേബിൾ ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു സെൽ എം ടി ആകാനുള്ള റീസൺ ഇതേ വാല്യൂ തന്നെയാണ് ആക്ച്വലി അവിടെയും. കാരണം എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ തന്നെയാണ് വൈയും എക്സും തമ്മിലുള്ള കോറിലേഷൻ. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഗിവിങ് ഇറ്റ് ആസ് ബ്ലാങ്ക്. അപ്പോൾ കോറിലേഷൻ്റെ ഫംഗ്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്? അതിൽ പോയിട്ട് ഡേറ്റ അനാലിസിസ്, കോറിലേഷൻ, ആ ടോട്ടൽ ഇൻപുട്ട് ഒന്നിച്ച് കൊടുക്കുക, ഔട്ട്പുട്ട് റേഞ്ച് സ്പെസിഫൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ദാറ്റ് ഈസ് കോറിലേഷൻ. ഇനി നമുക്കതിൻ്റെ അടുത്തതെടുക്കാം, കൊവേരിയൻസ്. Again covariance-ന് you have to give the full data value. അതായത് എക്സും വൈയും കൂടെ ചേർത്ത് ചൂസ് ചെയ്യാം. എന്നിട്ട് ലേബൽ ഉണ്ട് എന്നതിനോട് പറയാം. കോളംസ് വെച്ചിട്ടാണ്, അതും കുഴപ്പമൊന്നുമില്ല. ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് എ സെൽ ആൻഡ് ക്ലിക്ക് ഓക്കെ. സോ ഹിയർ യു ഹാവ് ദ കൊവേരിയൻസ് ടേബിൾ. എന്ന് വെച്ചാൽ എക്സും എക്സും തമ്മിലുള്ള കൊവേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് തന്നെയാണ്. അപ്പോൾ എക്സും എക്സും തമ്മിലുള്ള വേരിയൻസ് 783.52 അതാണ് വേരിയൻസ്. മറ്റേതിൻ്റെ വേരിയൻസ് 770.25 വൈയുടെ വേരിയൻസ്. എക്സും വൈയും തമ്മിലുള്ള കൊവേരിയൻസ് -264.72. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ ഇവിടെ നമ്മൾ ഓൾറെഡി ഡേറ്റ എന്താ പറയുക, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കൊരു സാമ്പിൾ വേരിയൻസ് ഉണ്ട്. ഇവിടെ 824 എന്നാണ് കിട്ടിയത്, പക്ഷേ ഇവിടെ നമുക്ക് 783 എന്നാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് സാമ്പിൾ വേരിയൻസ് ആണ്. എന്തായിരുന്നു സാമ്പിൾ വേരിയൻസിൻ്റെ ഫോർമുല? നമ്മൾ 2 ടൈപ്പ് ഓഫ് വേരിയൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് സിഗ്മ സ്ക്വയറും അടുത്തത് എസ് സ്ക്വയറും. സിഗ്മ സ്ക്വയർ ഇസ് ആക്ച്വലി ദ പോപ്പുലേഷൻ വേരിയൻസ്. പോപ്പുലേഷൻ വേരിയൻസിൻ്റെ ഫോർമുല ഈസ്, one second, let me just take it to the side. Population variance is actually defined as 1/n summation xi minus mu the whole square. Okay, and sample variance ഇതിനെയാണ് s square എന്ന് പറയുന്നത്, which is the sample variance, and it is defined as 1/n minus 1 summation xi minus x bar the whole square. ഇവിടെ നമുക്ക് മ്യൂ ഇല്ലെങ്കിൽ മ്യൂഡ് എസ്റ്റിമേറ്റ് ആയിട്ട് എക്സ് ബാർ ഇട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ പോപ്പുലേഷൻ വേരിയൻസിൽ നമ്മൾ n കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ടാണ്. സാമ്പിൾ വേരിയൻസിൽ നമ്മൾ n-1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്ന ഈ വാല്യൂ കുറച്ച് ഹയർ ആയിട്ടും കറസ്പോണ്ടിങ് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂ കുറച്ച് ലോവർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ കൊവേരിയൻസ് മെട്രിക്സ് നമുക്ക് തരുന്നത് ആക്ച്വലി പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂവും എക്സ് വൈ തമ്മിലുള്ള കൊവേരിയൻസിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കൊവേരിയൻസ് മെട്രിക്സ് ആയിരുന്നു. ഇത് നമ്മുടെ കോറിലേഷൻ മെട്രിക്സ് ആയിരുന്നു. ഓക്കെ, സോ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കൊവേരിയൻസ് ഫംഗ്ഷനും കോറിലേഷൻ ഫംഗ്ഷനല്ല ഡേറ്റ അനാലിസിസിലെ കൊവേരിയൻസും ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് തരുന്നത്. സോ ഇനി നമുക്ക് we can try 1 or 2 more things. അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് one thing is sampling. വളരെ okay, you can just go to regression and then sampling. Again റിഗ്രഷനിൽ നമുക്ക് 2 വേരിയബിൾസ് വേണം. ആദ്യം ചോദിച്ചേക്കുന്നത് y വേരിയബിൾസിൻ്റെ വാല്യൂസ് ആണ്. സോ അത് ഞാൻ ചൂസ് ചെയ്തു. രണ്ടാമത് ചോദിച്ചേക്കുന്നത് x വേരിയബിൾസിൻ്റെ വാല്യൂസ് ആണ്. അതും ചൂസ് ചെയ്തു. ഇനിയും ചോദിച്ചേക്കുന്നത് ലേബിൾസ് ഉണ്ടോ? നമ്മൾ ലേബിൾ ചൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ലേബിൾസ് ഉണ്ട്. കോൺഫിഡൻസ് ലെവൽ വേണോ? നമ്മൾ റിഗ്രഷൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നും പഠിക്കുന്നില്ല, അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക്. എഗെയിൻ ഇവിടെ റെസിഡ്യൂവൽസ് ഉണ്ട്. ലൈൻ ഫിറ്റ് പ്ലോട്ട്സ് വേണേ എടുക്കാം. റെസിഡ്യൂവൽസ് അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ലൈൻ ഫിറ്റ് പ്ലോട്ടും റിഗ്രഷൻ്റെ വാല്യൂം സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വാല്യൂസ് മതി. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ പ്രോബിലിറ്റി പ്ലോട്ട്സ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം യു ക്യാൻ ജസ്റ്റ് ഗിവ് യുവർ ഔട്ട്പുട്ട് റേഞ്ച്. ഔട്ട്പുട്ട് എടുക്കുക, ഒരു സെൽ
ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ കൊടുക്കാം റിഗ്രഷൻ്റെ വാല്യൂ, എന്നിട്ട് ഓക്കെ കൊടുക്കാം. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സീ വാട്ട് യു ഗോട്ട്. റിഗ്രഷൻ അനാലിസിസിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സി ഇത്രയും ഔട്ട്പുട്ട്സ് കിട്ടും. ഓക്കെ, ഇതിനകത്തുള്ള പലതും നമ്മൾ പഠിച്ചിട്ടില്ലാത്തതാണ്. എപ്പോഴും ഓർത്തോണം, ഒരു കോംപ്ലക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ കമ്പ്യൂട്ടർ നമുക്ക് തരും. അവർ ഡ്യൂട്ടി ഈസ് ടു ചൂസ് ഓൺലി വാട്ട് ഈസ് നീഡഡ്. നമ്മളെ സംബന്ധിച്ചുള്ളത് ഈ 2 വാല്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ, ഇൻറ്റർസെപ്റ്റും എക്സും. അതായത് ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ്, y = ax + b എന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിലെ എയുടെ വാല്യൂ ആണ് എക്സ് ആയിട്ട് തന്നേക്കുന്നത്, ബിയുടെ വാല്യൂ ആണ് ഇൻറ്റർസെപ്റ്റ് ആയിട്ട് തന്നേക്കുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തെഴുതുക. ഇത് നമ്മളുടെ ആ ഡേറ്റയുടെ സ്കാറ്റർ ഡയഗ്രവും അതിനുള്ളിലൂടെയുള്ള ആ സ്ട്രെയിറ്റ് ലൈനും അതിനെ പ്ലോട്ട് ചെയ്തേക്കാണ്. അതൊന്നും നമുക്ക് ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ കിട്ടും, നമ്മളുടെ എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രെഡിക്റ്റഡ് വൈ വാല്യൂസ് ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ ടേബിൾ റെസിഡ്യൂവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രെഡിക്റ്റഡ് വാല്യൂസും ഒറിജിനൽ വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. പ്രെഡിക്റ്റഡ് വാല്യൂസ് വേണമെങ്കിൽ അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ലൈനെസ്റ്റ് എന്ന ഫംഗ്ഷനിൽ നമുക്ക് കിട്ടിയ സാധനം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിഗ്രഷൻ. സോ എന്തൊക്കെ ഇപ്പം നമ്മൾ നോക്കിയത്, നമ്മൾ ഡേറ്റ അനാലിസിസിലെ എന്തൊക്കെ നോക്കിയായിരുന്നു? ആദ്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി, അതിനുശേഷം കോറിലേഷൻ നോക്കി, കൊവേരിയൻസ് നോക്കി, ഇപ്പം നമ്മൾ റിഗ്രഷനും ട്രൈ ചെയ്തു. നൗ ദർ ആർ 2 more things that I want to cover today itself. One is sampling. സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളുടെ കയ്യിലുള്ള ഡേറ്റയിൽ നിന്ന് ഒരു സാമ്പിളിനെ ചൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്. അസ്യൂം ചെയ്യാം നമുക്ക് ഇത് തന്നെയാണ് പോപ്പുലേഷൻ, ഈ കിടക്കുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് എനിക്ക് 5 സാമ്പിൾ വാല്യൂസിനെ ചൂസ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് റാൻഡമായിട്ട് ചൂസ് ചെയ്യണം, കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ അനാലിസിസിലെ ഫംഗ്ഷനാണ് സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെയും ചെയ്യേണ്ടത് ഇൻപുട്ട് റേഞ്ചിൽ പോയിട്ട് നിങ്ങളുടെ പോപ്പുലേഷൻ വാല്യൂസ് എല്ലാം ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലേബിൾ ചൂസ് ചെയ്തോ. ഇപ്പം ഞാൻ ലേബിൾ ചൂസ് ചെയ്തില്ലായിരുന്നു, എക്സിനെ ചൂസ് ചെയ്തില്ല, അതുകൊണ്ട് ഇത് ടിക്ക് ചെയ്യേണ്ട. ഇനിയും ചോദിക്കുന്നത് ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് വേണ്ടത്. 2 ഓപ്ഷനാണ് എക്സിൽ തരുന്നത്. ഒന്ന് റാൻഡം സാമ്പിൾ, അതായത് നമ്മളുടെ സിമ്പിൾ റാൻഡം സാമ്പിൾ, ലോട്ട് ഇട്ടെടുക്കുന്ന മെത്തേഡ്, കണ്ണടച്ച് കുറച്ച് പേരെ ചൂസ് ചെയ്യുന്ന മെത്തേഡ്. അടുത്തത് പീരിയോഡിക് സാമ്പിളിംഗ്. ഇവിടെ പീരിയോഡിക് എന്ന് ഉദ്ദേശിക്കുന്ന സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. ഓർമ്മയുണ്ടോ? ആദ്യത്തെ 10 പേരിൽ 3-ാമത്തെ ആളെ എടുത്താൽ 3-ാമത്തെ ആളെ, പിന്നെ 13-ാമത്തെ ആളെ, പിന്നെ 23-ാമത്തെ ആളെ, ആ രീതിയിൽ. അതായത് R+K, ആ രീതിയിൽ R+K, R+2K, R+2K, 3K, അങ്ങനെ ആ ഓർഡറിൽ ആൾക്കാർ പീരിയോഡിക്കലായിട്ട് ചൂസ് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അതിനെയാണ് ഇവർ പീരിയോഡിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ 2 മെത്തേഡ് മാത്രം യൂസ് ചെയ്യാനേ എക്സൽ ഫംഗ്ഷൻ നമുക്ക് ഓപ്ഷൻസ് തരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ഈ ഡേറ്റ വാല്യൂസിൽ നിന്ന് 5 എണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യാം, സിമ്പിൾ റാൻഡം മെത്തേഡിൽ. അപ്പോൾ ചെയ്യേണ്ടത് റാൻഡം എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. നമ്പർ ഓഫ് സാമ്പിൾസിനകത്ത് 5 എണ്ണമല്ലേ വേണ്ടേ, 5 കൊടുക്കുക. ഔട്ട്പുട്ട് റേഞ്ച് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് റേഞ്ചിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ അത് അലോ ചെയ്യുള്ളൂ മൂവ് ചെയ്യാൻ. ഔട്ട്പുട്ട് റേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സാമ്പിളിനെ നമുക്ക് ഇവിടെ കൊടുക്കാം, സിമ്പിൾ റാൻഡം സാമ്പിൾ. ഓക്കെ, അതിൽ വരട്ടെ, ഓക്കെ കൊടുക്കുക. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇത് നോക്ക്, നമ്മൾക്ക് 5 വാല്യൂസ് കിട്ടി. ആ 5 വാല്യൂസ് നമ്മളുടെ ഈ എക്സിൽ നിന്ന് എടുത്താണ്. ഇതിൽ നിന്ന് റാൻഡമായിട്ട് ചൂസ് ചെയ്ത 5 വാല്യൂസാണ് കിടക്കുന്നത്. 53, 29, 45, 86, 68. അവർ തന്നെ ചൂസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന വാല്യൂസ്. ഇനി നമുക്ക് അതേ സാമ്പിളിൽ നിന്ന്, അതേ പോപ്പുലേഷനിൽ നിന്ന് നമുക്കൊരു പീരിയോഡിക് സാമ്പിൾ എടുക്കാം. ഓക്കെ, അതിനായിട്ട് അഗെയിൻ ഗോ ടു ഡേറ്റ അനാലിസിസ്, സാമ്പിളിംഗ്. സെയിം ഡേറ്റ സെറ്റ് തന്നെയാണ് നമ്മളുടേത്. പോപ്പുലേഷൻ ലേബിൾസ് ചൂസ് ചെയ്തിട്ടില്ല. പീരിയോഡിക്കിൽ പോയിട്ട് പീരീഡ് എത്രയാണ്, അതായത് ഒന്നാമത്തെ നമ്മൾ K ചൂസ് ചെയ്യത്തില്ലേ, അതായത് 3-ാമത്തെ എടുത്താൽ എങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ സിസ്റ്റമാറ്റിക് എടുക്കുന്നത്. സപ്പോസ് 50 പോപ്പുലേഷനിൽ 50 ആൾക്കാരാണെങ്കിൽ 10 സൈസുള്ള 5 ഗ്രൂപ്പ് എടുക്കും. ഓക്കെ, അപ്പോൾ 10 എന്ന് പറയുന്നതാണ് അവിടുത്തെ പീരീഡ്. ഒരാളെ എടുത്താൽ പിന്നെ 10 പേര് കഴിഞ്ഞിട്ട് 3-ാമത്തെ ആളെടുത്താൽ പിന്നെ എടുക്കുന്നത് 13-ാമത്തെ ആളെയാണ്, പിന്നെ എടുക്കുന്നത് 23rd ആ പൊസിഷനിലുള്ള ആളെയാണ്.
സോ അതിനെയാണ് പീരീഡ് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് വാല്യൂസേ ഉള്ളതുകൊണ്ട് നമുക്ക് 3 കൊടുക്കാം. ഓക്കെ, 3 വിട്ട് വേണം അവരെടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പീരീഡ് കൊടുക്കുന്ന സ്ഥിതിക്ക് നമ്പർ ഓഫ് സാമ്പിൾസ് കൊടുക്കണ്ട. ആ 3 പേരെ വിട്ട് എത്ര പേരുണ്ടോ അത്രയും പേരെ അവർ എടുത്ത് നമുക്ക് തരും. നമുക്ക് ഔട്ട്പുട്ടിൻ്റെ പ്ലേസ് ഒന്ന് മാറ്റി കൊടുക്കാം. വി ക്യാൻ ചൂസ് ദിസ് ആസ് ദ ഔട്ട്പുട്ട്. സോ ഓക്കെ കൊടുത്തേ. നോക്ക്, കം ഡൗൺ ആൻഡ് സി 48 എന്ന് പറയുന്ന ആദ്യത്തെ മൂന്നാമത്തെ ആൾ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് ചൂസ് ചെയ്യേണ്ടത്? 1 2 3 65 ആണോ ചൂസ് ചെയ്തേക്കുന്നത്? നോക്കി, 48 കഴിഞ്ഞിട്ട് അതെ, ഇതാണ് അടുത്ത തേർഡ് പേഴ്സൺ. പിന്നെ 65 കഴിഞ്ഞാൽ 1 2 3 29 ആണ് ചൂസ് ചെയ്യേണ്ടത്. താഴോട്ട് പോയി നോക്കൂ, കണ്ടോ 29. സോ ഈ രീതിയിലാണ് എല്ലാ തേർഡ് ആളെയും ചൂസ് ചെയ്ത് പോയേക്കാണ്. ഇതാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ പീരിയോഡിക് സാമ്പിളിംഗ്. അപ്പം നമ്മൾ ഇവിടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ഇവിടെ നമ്മൾ എന്തായിരുന്നു സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും അനുസരിച്ചാണ് ഈ സാമ്പിൾ വാല്യൂസിനെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ഡേറ്റ അനാലിസിസ് പഠിക്കാനുള്ള അടുത്ത എന്താ പറയുക നമ്മളിപ്പോൾ പഠിച്ച ഫങ്ഷൻ. ഓക്കെ, സാമ്പിളിംഗ്. ഇനിയും ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം, വിച്ച് ഇസ് കോൾഡ് ദ റാൻഡം നമ്പർ ജനറേഷൻ. ജനറേറ്റിംഗ് റാൻഡം നമ്പേഴ്സ്, റാൻഡം നമ്പർ ജനറേഷൻ. ഇത് അഗെയിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ്, ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, ബൈനോമിയൽ പഠിച്ചു. ഇതിലെയൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് റാൻഡം നമ്പർ ജനറേഷൻ. ഓക്കെ, അതിനകത്ത് കുറേ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട്. അതിൽ ആദ്യം ചോദിക്കുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അതായത് നമ്മൾക്ക് സപ്പോസ് 25 റാൻഡം നമ്പേഴ്സാണ് എനിക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിനെ എനിക്ക് 5 റോസും 5 കോളംസും ആയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾ കോളംസിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് 5. ഓക്കെ, അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് 1 എന്ന് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. നമ്പർ ഓഫ് റാൻഡം നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് റോസ് ആണ്. അവിടെയും നമുക്ക് 5 എന്ന് കൊടുക്കാം. സപ്പോസ് ഇവിടെ 1 ആണെങ്കിൽ നമ്മൾ ഒരു കോളത്തിൽ 25 എണ്ണവും താഴെ വരണം എന്നാണ് ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 25 കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതല്ല, നമുക്ക് ആ 25 എണ്ണത്തിന് ഇങ്ങനെ താഴോട്ട് നീളത്തിലല്ല വേണ്ടേ, 5x5ൻ്റെ ഒരു ടേബിളിലാണ് വേണ്ടുന്നതെങ്കിൽ അവിടെ 5 കൊടുക്കുക, ഇവിടെ 5 കൊടുക്കുക. നമ്മളിനി ഇവിടെ ഒന്നുമേ കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ഫുൾ സ്ക്രീൻ കംപ്ലീറ്റ്ലി ആ എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്തത് റാൻഡം നമ്പർ തരും. ഫുൾ എന്താ പറയുക തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റാൻഡം നമ്പേഴ്സ് അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം റോസും കോളംസും ഇട്ടു. ഇനിയും ചെയ്യേണ്ടത് ഏത് ഡിസ്ട്രിബ്യൂഷൻ്റെ റാൻഡം നമ്പറാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം നമ്മളുടെ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നാച്ചുറലി അതിൻ്റെ റേഞ്ച് ബിറ്റ്വീൻ 0 to 1 ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 0 to 1 കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സപ്പോസ് 2നും 5നും ഇടയിലുള്ള റാൻഡം നമ്പേഴ്സാണ് വേണ്ടുന്നതെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഏതാണോ നിങ്ങളുടെ റേഞ്ച്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ വിച്ച് റേഞ്ച് എന്നാണ് ചോദിക്കുന്നത്, അത് ചൂസ് ചെയ്യുക. ഈ റാൻഡം സീഡ് എന്ന് പറയുന്നത് സത്യത്തിലൊരു ഐഡൻറ്റിഫയർ ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്താൽ, സപ്പോസ് ഞാനിവിടെ ചുമ്മാ ഒരു ഡിജിറ്റ് കൊടുക്കുകയാണ്, 3 എന്നൊരു ഡിജിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 5x5 ടേബിളിൽ 2നും 3ക്കും ഇടയിലുള്ള റാൻഡം നമ്പേഴ്സാണ് 25 എണ്ണമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 3 ഇവിടെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഇതേപോലെ 3 കൊടുത്താൽ ആ സെയിം സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് അത് ജനറേറ്റ് ചെയ്ത് തരും. സാധാരണഗതിയിൽ റാൻഡം സീഡൊന്നും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാലും ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, സോ യു ക്യാൻ ഗോ ടു ഔട്ട്പുട്ട് റേഞ്ച്. ആ സെല്ല് ഒരു ഔട്ട്പുട്ട് വരേണ്ട സെൽ ചൂസ് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, 5 റോസും 5 കോളംസും ഉള്ള 2നും 5നും ഇടയിലുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറേ നമ്പേഴ്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് റേഞ്ച് മാത്രം കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ അതിന് പകരം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരും. യു ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ്. സോ ഇവിടെ എഗെയിൻ നമ്മൾ 5x5 കോളമാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്.
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ചോദിക്കും 0 മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിക്കും. കാരണം സ്റ്റാൻഡേർഡ് നോർമൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ നമുക്കൊന്നും മിണ്ടണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് മീൻ ഈക്വൽ ടു 5ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 2.3 ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടുന്നത്. എന്തുകൊണ്ടാണ് നോർമൽ റേഞ്ച് ചോദിക്കാത്തത്? നമുക്കെല്ലാം അറിയാം നോർമൽ റേഞ്ച് -∞ മുതൽ +∞ വരെയാണെന്ന്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് റേഞ്ച് എടുത്തത് ചോദിക്കില്ല. പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റാൻഡം സീഡ് കൊടുത്താൽ എപ്പോൾ നിങ്ങൾ അതേ റാൻഡം സീഡ് പിന്നെ എപ്പോൾ ഇതേ ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴെല്ലാം സെയിം സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് തന്നെ ജനറേറ്റ് ചെയ്യും. കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് റേഞ്ച് മറ്റൊരെണ്ണം ചൂസ് ചെയ്യാം, ഇതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണം ചൂസ് ചെയ്യാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് വേറെ കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് കിട്ടിയേക്കുന്നത്. എഗെയിൻ ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് എടുത്തേക്കാണ്. നമ്മൾ നോർമൽ കൊടുത്തായിരുന്നല്ലോ അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഹാസ് കം ഔട്ട്. അതിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂസ് കയറി വരും. ഇപ്പം നമ്മൾ മീൻ 5ന് പകരം ഞാൻ സപ്പോസ് -32 എന്ന് കൊടുത്തെന്നിരിക്കട്ടെ. എന്നിട്ട് ഔട്ട്പുട്ട് റേഞ്ച് വേറൊരെണ്ണം കൊടുക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്ത് സെയിം ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്താൽ അതിൻ്റെ മേലെ എഴുതിക്കൊണ്ടിരിക്കും. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, കണ്ടോ മീൻ നെഗറ്റീവ് ആയതോടുകൂടി ഒബ്സർവേഷൻസ് എല്ലാം നെഗറ്റീവ് ആയത് കണ്ടോ. സോ ഡിപ്പെൻസ്, മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാണോ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത് അതനുസരിച്ച് ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ്റെ റാൻഡം വേരിയബിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. നോർമലുണ്ട്, ബെർണോളി ഉണ്ട്. ബെർണോളി ആകുമ്പോൾ പി വാല്യൂ, സ്മോൾ പിയുടെ വാല്യൂ മാത്രമാണ് ചോദിക്കുന്നത്. 0.25 എന്ന് കൊടുത്തിട്ട് ഔട്ട്പുട്ട് റേഞ്ച് മാറ്റി കൊടുക്കുക. ഇവിടെ കൊടുത്താൽ എഗെയിൻ നമുക്ക് 25, ഇവിടെ 5ഉം കിടക്കുന്നിടത്തോളം 25 റാൻഡം വേരിയബിൾസ് തന്നെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ബെർണോളി ആയപ്പോൾ എന്ത് പറ്റി? 0.1 മാത്രം വന്നു. കാരണം നമുക്കറിയാം ബെർണോളി റാൻഡം വേരിയബിളിൽ 2 പോസിബിൾ വാല്യൂസേ ഉള്ളൂ. ഒന്ന് സക്സസിന് 1ഉം ഫെയിലിയറിന് 0യും. മറ്റൊരെണ്ണം ചൂസ് ചെയ്ത് നോക്കൂ. ബെർണോളി കഴിഞ്ഞിട്ട് പിന്നുള്ളത് പോസോൺ, ബൈനോമിയൽ ഉണ്ട്. ബൈനോമിയൽ ആകുമ്പോൾ എന്നും പിയും ചോദിക്കും. കണ്ടോ, നമ്പർ ഓഫ് ട്രയൽസ് എന്നും ചോദിക്കും, പി വാല്യൂ ചോദിക്കും. ഐ വാണ്ട് യു ടു ട്രൈ ഇറ്റ് യുവർ സെൽഫ്. പോസോൺ ആണെങ്കിൽ എന്താ ചോദിക്കുക? ലാംഡയുടെ വാല്യൂ ചോദിക്കും. പാറ്റേൺ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന ആക്ച്വലി വാല്യൂ ആൻഡ് പ്രോബബിലിറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പഠിച്ച സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് മാത്രം മതി. സോ അത്ര എണ്ണത്തിന് അതിൻ്റേതായ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് കൊടുത്താൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ ഐ വാണ്ട് യു ടു go through these functions. നമ്മൾ പഠിച്ചത് ഒന്നും കൂടി ജസ്റ്റ് as a recap I will tell you. നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയത്? The first one was descriptive statistics. Okay, descriptive statisticsൽ നമ്മൾ ഇൻപുട്ട് റേഞ്ചും ഔട്ട്പുട്ട് റേഞ്ചും ഒക്കെ കൊടുത്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഈ സ്ക്രീനിൽ കിടക്കുന്ന മീൻ, മീഡിയൻ, മോഡ് എല്ലാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മാക്സിമം, മിനിമം, പിന്നെ ഫസ്റ്റ് ലാർജസ്റ്റ് അല്ലേ, സെക്കൻഡ് ലാർജസ്റ്റ് അല്ലേ, തേർഡ് ലാർജസ്റ്റ് അല്ലേ, ഫിഫ്ത്ത് ലാർജസ്റ്റ്, ഏത് നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത്. ഒരു സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസിന് വേണ്ടി മാത്രവും ചെയ്യാം, മൾട്ടിപ്പിൾ ഡേറ്റ സെറ്റ്സിന് വേണ്ടിയിട്ട് ഒന്നിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കിയത് കോറിലേഷൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ആയിരുന്നു. കോറിലേഷൻ ഗിവ്സ് യു എ ടേബിൾ. അതിൽ ഈ വാല്യൂ ആണ് നമുക്ക് ആവശ്യം. ദിസ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് കോറിലേഷൻ. നമ്മൾ റോ XY എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് ആ കിടക്കുന്നത്. 1 മൈൻഡ് ചെയ്യേണ്ട, അത് എക്സും ആയിട്ടുള്ള കോറിലേഷൻ വിൽ ഓൾവേസ് ബി 1. പിന്നെ ഈ വാല്യൂ എന്തോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ കൊവേരിയൻസിൽ നമുക്ക് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂ, അതായത് ഈ കിടക്കുന്ന വാല്യൂ σx² ആണ്, ഇത് σy² ആണ്. ഇവിടെ സർക്കിൾ ചെയ്തേക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൊവേരിയൻസ് ബിറ്റ്വീൻ x ആൻഡ് y. ഓക്കെ, അതാണ് കൊവേരിയൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് പോയി റിഗ്രഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. റിഗ്രഷൻ ഫംഗ്ഷനിൽ കുറേ കാര്യങ്ങൾ വരും, നമുക്കതൊന്നും പഠിക്കാനില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ടെണ്ണം, ഇത്രയും വാല്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വൺ ഈസ് എ വാല്യൂ ഫോർ യുവർ y ഈക്വൽ ടു ax പ്ലസ് b എന്ന ലൈൻ ഫിറ്റ് ചെയ്യാനായിട്ട് എയുടെ വാല്യൂ ആണ് എക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്, ബിയുടെ വാല്യൂ ആണ് അതിൻ്റെ മേലെ ഇൻറ്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നീട് നമ്മൾ പോയത് ഹൗ ടു സെലക്ട് എ സാമ്പിൾ എന്നാണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, സിമ്പിൾ റാൻഡം സാമ്പിളും സിസ്റ്റമാറ്റിക് സാമ്പിളും. നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളും കണ്ടുപിടിക്കാൻ പറ്റും, സിസ്റ്റമാറ്റിക് സാമ്പിളും കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് രണ്ടും നമ്മൾ യൂസ് ചെയ്തു.
പിന്നീട് നമ്മൾ യൂസ് ചെയ്തത് ഏതായിരുന്നു? റാൻഡം നമ്പർ ജനറേഷൻ. റാൻഡം നമ്പർ ജനറേഷൻ അത് മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് നമ്മൾ ചെയ്തു. അതിൻ്റെ താഴെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് ചെയ്തു. ഓക്കെ, സെക്കൻഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പല പല പാരാമെട്രിക് വാല്യൂസ് ഇട്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, ബെർണോളി ചെയ്തു, ബൈനോമിയൽ, പോസോൺ ഒക്കെ അതേ രീതിയിൽ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പാർട്ട് in data analysis tool pack. So thank you guys for watching. So go through the video and try to practice the problems. We'll see the remaining portions in the next class. Thank you and bye bye.